പല്ലുവേദന വന്നാൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണാനോടും, അല്ലെങ്കിൽ പെയിൻ കില്ലറുകൾ കഴിക്കും. എന്നാൽ വെറും 5 മിനിറ്റിനുള്ളിൽ പല്ലുവേദന മാറ്റാൻ കഴിവുള്ള ഒരു അത്ഭുത ചെടി നമ്മുടെ തൊടിയിലുണ്ടെന്ന് എത്ര പേർക്കറിയാം? കമ്മൽ ചെടിയെന്നും പല്ലുവേദന ചെടിയെന്നും അറിയപ്പെടുന്ന അക്രാവ്. പല്ലുവേദനയ്ക്ക് മാത്രമല്ല, നാഡീരോഗങ്ങൾക്കും ശീഘ്രസ്ഖലനത്തിനും വരെ ആയുർവേദം നിർദ്ദേശിക്കുന്ന ഈ ചെടിയുടെ ഔഷധരഹസ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അക്കരക്കരാഭ എന്നാണ് ഇതിന്റെ ആയുർവേദ നാമം. ചുവന്ന തണ്ടുകളും തലയിൽ മഞ്ഞപ്പൊട്ടുകൾ വെച്ചതുപോലെയുള്ള പൂക്കളും ഇതിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ പൂവോ വേരോ ചവച്ചു നോക്കിയാൽ നാവിൽ ചെറിയൊരു തരിപ്പും മരവിപ്പും അനുഭവപ്പെടും. ഈ തരിപ്പാണ് ഇതിനെ ഒരു മികച്ച വേദന സംഹാരിയാക്കി മാറ്റുന്നത്. പല്ലുവേദനയുള്ള ഭാഗത്ത് ഇതിന്റെ വേര് പൊടിച്ചതോ അല്ലെങ്കിൽ പൂവോ ഒന്ന് വെച്ച് നോക്കൂ. മിനിറ്റുകൾക്കുള്ളിൽ ആ ഭാഗം മരവിക്കുകയും വേദന മാറുകയും ചെയ്യും. മോണയിലെ വീക്കം കുറയ്ക്കാനും ഇത് ഉത്തമമാണ്. അതുപോലെ തന്നെ തൊണ്ടവേദനയോ ടോൺസിലൈറ്റിസോ ഉണ്ടെങ്കിൽ ഇതിന്റെ വേരോ പൂവോ ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നത് പെട്ടെന്ന് ആശ്വാസം നൽകും. പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയ്ക്കും ശീഘ്രസ്ഖലനത്തിനും അക്രാവ് ഒരു സിദ്ധൌഷധമാണ്. ഇതിന്റെ പൂവ് ഉണക്കിപ്പൊടിച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ അക്രാവ് വേര് വെളിച്ചെണ്ണയിൽ 8 ദിവസം സൂര്യപ്രകാശത്തിൽ വെച്ച് തയ്യാറാക്കുന്ന എണ്ണ ഉദ്ധാരണക്കുറവ് പരിഹരിക്കാൻ പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്നു. നാഡികളെ ഉത്തേജിപ്പിക്കാനുള്ള ഇതിന്റെ കഴിവ് പക്ഷാഘാതം വന്നവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. തളർച്ചയുള്ള ഭാഗങ്ങളിൽ ഈ എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കും. അതുപോലെ ഒരു നുള്ള് വേര് പൊടിച്ചത് നെയ്യിൽ ചേർത്ത് കഴിച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ മൂത്രതടസ്സം മാറുന്നതായും കാണാറുണ്ട്. ഏതൊരു ഔഷധവും അളവ് കൂടിയാൽ വിപരീത ഫലം ചെയ്യും. അക്രാവ് അമിതമായാൽ വിറയലും ഉമിനീർ ഒലിക്കലും ഉണ്ടാകാം. ദിവസവും 1 ഗ്രാമിൽ കൂടുതൽ പൊടിയുള്ളിൽ കഴിക്കാൻ പാടില്ല. കുടൽപുണ്ണുള്ളവർ ഇതൊഴിവാക്കണം. ഏത് ഔഷധവും ഉള്ളിൽ കഴിക്കും മുൻപ് ഒരു ആയുർവേദ വൈദ്യന്റെ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. ഇതിന്റെ ഗുണങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കാവുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഓരോ ഔഷധപ്രയോഗങ്ങളും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രീതികളും അതിൽ നിങ്ങൾക്ക് വായിക്കാം. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.